ഈ പിള്ളേരെന്തായിരിക്കോ വരാത്തത്? ശരിയാണല്ലോ, വരണ്ട സമയം കഴിഞ്ഞല്ലോ. ഒരു റീചാർജ് കൂപ്പൺ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായി, ഇനി കടയിൽ തിരക്കാണാവോ? ഒരു കൂപ്പൺ വാങ്ങാൻ ഇത്ര നേരം? അതെ വന്നിട്ടടി. നിനക്ക് ഞാൻ തരാട്ടാ. നീ വാട്ടാ, നിനക്ക് എന്തിനു കുഴപ്പമാണ് കളിയാക്കേനെ? നീയല്ലേ നിന്നോട് ആരാ കാര്യം പറഞ്ഞേ? ഇത് വീട്ടിൽ പറഞ്ഞിടത്ത് ഞാൻ കാണിച്ചു തരാം. ആ പറഞ്ഞോ, നീ ഇതേ അമ്മിരിക്കുന്നു. അവളുടെ നോട്ടം നീ പറയും. എന്താടാ ബുക്കും പൊക്കി പിടിച്ച്? വെരി ഗുഡ് കിട്ടിയോ? ആ കിട്ടി, ചേച്ചി എന്നതാ ഇന്ന് വാങ്ങിച്ച ബുക്കാ അവള് ഈ പരുവത്തിലേക്ക്. ഇവനെന്തിനാ എന്നെ കളിയാക്കണേ? എന്നെ കളിയാക്കി ഞാൻ പറയും, ചെയ്യാനൊക്കെ ചെയ്യും. നമ്മുടെ കൂപ്പൺ. ഇന്ന് അവളെ റീചാർജ് കൂപ്പൺ വാങ്ങിച്ചപ്പോ തെറ്റി വാങ്ങിച്ചു, അതിന് കടക്കാരെ അവളെ കളിയാക്കി. ഇവളാ കരഞ്ഞു. ഞാൻ ഈ കാര്യം വീട്ടിൽ പറയുന്നു പറഞ്ഞപ്പോഴാ അവള് മരി ചെയ്തു. നീ എന്തും ഭാവിച്ചിട്ടാ? കൊറേ ദിവസം ഇവിടെ പൊട്ട സ്വഭാവം തുടങ്ങിയിട്ട് നിർത്തിക്കോട്ടെ. നീ സോറി പറയടി അവനോട്. എന്റെ ആലീസ് ചേച്ചി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ബുക്ക് കീറിയാനാണോ സോറി പറയുന്നേ? എന്റെ സൂസെ, എന്ന് ഞാനൊരു റീചാർജിങ് കൂപ്പൺ മേടിക്കാൻ പറയണോ അന്നൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഒരു സഹായം ചെയ്യുന്നതിനാണ് ഈ അഹങ്കാരം കാണിക്കണേ. ഇനിയിപ്പോ ഞാൻ സൈക്കിളാണോ എന്താടി നിനക്ക് കുഴപ്പം? പുസ്തകം കീറി പറിച്ചിട്ട് അവിടെ നിപ്പണ്ട. നമ്മളെന്താണ് തെറ്റ് ചെയ്ത പോലെ ഒറ്റ വീക്ക് വരെ വേറെ ഒന്ന് വാങ്ങി കൊടുക്കണം. അല്ല തന്നെ കയറാൻ വന്നിട്ടല്ലോ. നിന്നെ കാണിച്ചാൽ നിന്റെ അപ്പനും കൂടെ വരട്ടെ. നിന്നെ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടത് പൂട്ടിയിടും. കൊച്ചിന് എന്ത് പറ്റിടാ? ഡെയ്സി മോളെ, ആലീസ് ചേച്ചി, ഡെയ്സി മോളെ അവിടെ നിക്കാനാ പറഞ്ഞ. നീ എന്റെ പുറം വഴി നീ മേടിക്കുന്നേ. അവിടെ നീ എന്ത് പോലെ തുടങ്ങിയടി പൊട്ട സ്വഭാവം? സ്കൂളിന് കിട്ടിയതാണ് അടി നിനക്ക്? അത് വലുതായതിന്റെ അഹങ്കാരോ? ഒന്ന് കളയും ഞാൻ മര്യാദക്ക് അല്ലെങ്കിൽ കേട്ടാ. നിന്റെ അപ്പനും കൂടി വരട്ടെ, ഞാൻ ശരിയാക്കി തരാടി നിന്നെ. ഞാൻ ഇതെന്തുട്ടാലിസിച്ച് ഇവിടെ നടക്കണേ? ഇതെന്ത് ബഹളത്? ഗേറ്റിന്റെ പുറത്തേക്ക് കേൾക്കാലോ നിങ്ങളുടെ ഒച്ച ബഹളം. എടാ, ഈ ഡെയ്സി മോൾ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? എന്ത് പറഞ്ഞാലും ആ പെണ്ണ് ചാടി കടിക്കും. ഇനി ഞാൻ അവളെ തൊട്ടി പിടിച്ചെടുത്തി ആട്ടാന്ന. എന്നാലും നമുക്ക് ഇത്തിരി കൺട്രോൾ വേണ്ട ആലിസേച്ചി. അതല്ല പ്രാഞ്ചിയേട്ടാ, 2-3 ദിവസമായിട്ട് ഡെയ്സി മോളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്. ശരിയാടാ പ്രാഞ്ചി, എന്റെ മോക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ചേച്ചി പേടിക്കണ്ട, ഇതൊക്കെ സ്വാഭാവികല്ലേ. ദേ, എന്റെ വല്യമ്മച്ചിയുടെ വീടിന്റെ അടുത്തുള്ള അന്നമ്മയ്ക്ക് ഇതേ സ്വഭാവമായിരുന്നു. എന്ത് ചോദിച്ചാലും അപ്പ ദേഷ്യം. എന്നിട്ട് എന്താ, നമ്മുടെ കാനാത്തുംകാവിലെ തമ്പുരുസ്വാമികളെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ചൂരൽ പ്രയോഗം നടത്തി. ആള് ഡീസന്റ് ആയി. എന്നിട്ട് ഇതേ സംഭവത്തിന് ശേഷം ഈ അന്നാമേനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ആഴ്ച കിടത്തിയെന്ന് നീ എന്നല്ലേ പറഞ്ഞേ? അത് അവൾക്ക് ശ്വാസം മുട്ട് വന്നിട്ടല്ലേ? കാനോത്തം പാടത്ത് തമ്പുരുസ്വാമിയെ അന്നാമയുടെ കഴുത്തിന് പിടിച്ചിട്ട് ദേഷ്യം പുറത്തേക്ക് ചാടിക്കാൻ നോക്കി കഴിഞ്ഞാ ഒരു ഓക്സിജൻ സിലിണ്ടർ അല്ല 5-6 വെക്കേണ്ടി വരും. കണ്ട, ഇതാണ് ഇവരുടെ കുഴപ്പം. എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. പ്രാഞ്ചി, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കുരുവേട്ടനായിട്ട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. കുരുവേട്ടനായിട്ട് ആലോചിച്ചിട്ടല്ല, കുരുവേട്ടനെ കൊണ്ട് ചെയ്യിച്ചോളാന്ന് പറയും. വെറുതെ ഒന്ന് പറഞ്ഞോന്ന് വരുത്തും, അത്രേ ഉള്ളൂ സൂസ. എന്തിലായിട്ടോ സ്വാമി വഴിപാടും മന്ത്രവാദവും. എന്താടി ഇവരെ കാണാത്തത്? ആർക്കറിയാം എവിടെ പോയി കിടക്കണോന്ന്? പറ്റിക്കോ ഇനി അവര്? അവനായതുകൊണ്ട് പറയാൻ പറ്റൂല സൂസ. വന്നുണ്ട്. ദേവനെന്താണ് ഒറ്റക്ക് കൈ വീശുന്നത്? എന്താടാ, ആളെ കിട്ടിയില്ലേ? എന്താ വെറുതെ ഒറ്റയ്ക്ക്? കാനത്തുപാടത്ത് തമ്പുരുസ്വാമികളെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട്? തമ്പുരുസ്വാമികളെ കൊണ്ടുവരാൻ തന്നെ പോയേ. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ പോലീസുകാരും ഉണ്ടായി. ഞാനെന്ത് ചെയ്യാനാ? പോലീസ് പിടിക്കാത്ത ആരുമില്ല എന്റെ വാർത്ത. ഇതുവരെ പിടി കൊടുക്കാത്ത ഒരാളുണ്ട്, വാശിക്കണ്ടൻ തക്കുടി സ്വാമികൾ. പക്ഷെ അയാളെ ഉടനെ പൊക്കുന്നുള്ള വാശിയിലുള്ള പോലീസുകാര്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേണ്. നിനക്ക് ഈ ഊടായി പിടിച്ച ആൾക്കാരെ അറിയാൻ പാടില്ല? നല്ല രീതിയിൽ പ്രശ്ന പരിഹാരം നടത്തുന്ന എന്തോരം ആൾക്കാരുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ടീമുകളൊക്കെ അങ്ങനത്തെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നാമത് നമ്മൾ എന്തിനാ പുറത്തുള്ളവര് തപ്പണേ? നമ്മുടെ ഐസ് ഉസ്താദില്ല ഇവിടെ. അയാളല്ല ഉസ്താദ്, ഐസ് ഉസ്താദ്. അതെ, ഏത് തരം ബാധയാണെങ്കിൽ പടി കടത്തി തരൂട്ടാ. ഈ വീട്ടിലെ ബാധ ഒഴിഞ്ഞില്ലെങ്കിലേ നിന്റെ ബാധ ഈ പടി കിടക്കില്ല. ഇത് കേട്ടതൊന്നും ഞാൻ അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം. അതെ, 2 ആളോടും കൂടി പറയാ, ഐസ് ഉസ്താദ് ഇവിടെ വരണോ വേണ്ടയോ? വരണം.
പക്ഷേ കുരുവേട്ടനോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ആലോചിക്കാനൊന്നുമില്ല ആലിസേ. ഐസിങ് ഐസ് ഡേയ്സ് മോളൊന്ന് തണുത്തു കിട്ടും പോരെ. അല്ല അപ്പൊ കുരുവേട്ടനോട് പറയണ്ടെന്നാണോ നീ പറയണേ? കുരുവേട്ടനോടേ പറയാവൂ. ആ, ഉസ്താദ് അവിടെ കണക്ക് നോക്കാനിരിക്കുമ്പോ കുട്ടിയുടെ അപ്പനായിട്ടുള്ള കുരുവേട്ടൻ തൊട്ടടുത്തുണ്ടാവണം. അത്രേ ഉള്ളൂ. അതിന് കുരുവേട്ടൻ എനിക്കറിയാം കുരുവേട്ടൻ ഇവിടെ ആരുമല്ല, ആലിസ് ചേച്ചിയാണല്ലോ ഇവിടെ മറുതു തുടങ്ങിയത്. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിക്കണ്ട. നീ പോയിക്കണ്ടേ പോ. വേണ്ട, വേണ്ട, ഇവൻ ശരിയാകൂല. നീ പോയിക്കണ്ടേ. എന്റെ ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കണ്ടേ? പിന്നെ ഇവൻ എന്ത് വർത്താനാണ് നീ പറയണത്? ഒന്ന് അടങ്ങ്. ആലിസ് ചേച്ചി ഞാൻ സത്യല്ലേ പറയണേ? ആണോ? സത്യാണോ പറയണത്? അടി- നിർത്തിക്കേ. അടി വേണ്ട. ദേ വർദ്ദു, നീ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഐസുസ്ഥാനെ വിളിച്ചോണ്ട് വന്നേ. എപ്പ കൊണ്ടുവന്നു ചോദിക്കും. അത് തന്നെ ചെയ്യും. പോട്ടെ. ആവശ്യം എന്റെ ഇപ്പൊ അല്ലെങ്കിൽ ഇവന്റെ തലക്കെട്ടടിച്ച് കൊന്നനെ പിശാചിനെ. മിണ്ടാതിരി ചേച്ചി. കണ്ട, ഇപ്പൊ ഇതാണ് കാര്യം. എന്താ ഉസ്താദേ? കമലം. കമലോ? ആ കുന്നംകുളത്ത് അങ്ങാടിയില്ലേ, ആ കുന്നംകുളത്ത് അങ്ങാടിയില് കണ്ണിക്കണ്ടോരെ മേത്തൊക്കെ മെക്കെട്ട് കേറിയിട്ട് അവസാനം വയ്യില് കിടന്ന് ചത്തില്ലേ, ആ കമലം ഓളാണ് കച്ചി. ഇയാളത് എന്തുട്ടായി പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവില്ല. അതായത് കുരുവാപ്പിളെ ഡെയ്സി എന്ന് പറയുന്നത് നിങ്ങളുടെ മോളല്ലേ? നിങ്ങളുടെ മോളെ നെഞ്ഞത്തും വയറ്റത്തൊക്കെ കേറിയിരിക്കുന്നത് ഈ കമലത്തിന്റെ ആത്മാവാണ്. ഓളാണ് ഇങ്ങനത്തെ കൊനിഷ്ഠ പരിപാടികളൊക്കെ ചെയ്യണത്. കമലയുടെ അതേ കണ്ണ്, അതേ സത്തം, അതേ മൂക്ക്. എന്താ പരിചയല്ലേ? അതാണ് ഐസ് ഉസ്താദ്. കമലത്തെ നമ്മൾ പിടിച്ചു കെട്ടിക്കോളാം. അല്ല ഉസ്താദെ, അതിനിപ്പോ ഇപ്പോഴത്തെ ഭാര്യ സംഭവിക്കോ? ഏടോ ആത്മാവിന്റെ കാര്യമായി പറയുന്നത്. ആ ഏതായാലും നമ്മൾ ആളെ കാണിച്ചു തന്നില്ലേ, ഇനി ദക്ഷിണ അങ്ങോട്ട് എടുത്തോളി. എത്രയാണാവോ? 2000 ദിർഹാണ്. അത് നിങ്ങൾ ഉറുപ്പിയായിട്ട് തന്നാ മതി. കമലം പോയി കഴിഞ്ഞാൽ ബാക്കി 3000 ദിർഹം അതും നിങ്ങൾ ഉറുപ്പിയായിട്ട് തന്നാ മതി. മൊത്തം 5000. പിന്നെ ഈ ഏലസ് ഉണ്ടല്ലോ, ഇതും കൂടി പിടിച്ചോളി. ഇത് മോന്തി നേരത്ത് കുട്ടീന്റെ അരയേല് കെട്ടണം. കെട്ടണ താമസം കമലം ഇതിന്റെ ഉള്ളിൽ കോട് അങ്ങോട്ട് കേറിയിട്ട് പിന്നെ 2 ദിവസം കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയിക്കോളും. അല്ല ഉസ്താദെ, ഈ ഏലസിന് ഇപ്പൊ എന്ത് വരും? അല്ല അതെ, അത് ഇപ്പൊ ഇതിന് ഒരു 10-15 റുപ്യ വരും, അത്രേ ഉള്ളൂ. 15? ആ അപ്പൊ ചരടിനാ കൂടി വന്നൊരു 10 രൂപ. അപ്പോ 10ഉം 15ഉം 25. ആ പിന്നെ ചായക്കാശും ഒരു 25. ഏതായാലും വന്നല്ലേ, മൊത്തം ഒരു 50 രൂപ. അല്ല ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അതല്ല 25-50 2000 എന്നല്ലേ ഉസ്താദ് പറഞ്ഞേ? ഓ റബ്ബേ, ഞാൻ ജപിച്ചേനും ഊതിയാനും ഈ കണ്ട കറാമത്ത് നടത്തിയാനൊന്നും ഒരു കാര്യമില്ല. അതിന് ഉസ്താദ് വിഷമിക്കണ്ട, ഞാൻ തിരിച്ചു ഊതാം. ഒന്ന് ജപിച്ചും തരാ. ഇന്നെ ഈ മോന്തോണ്ട് ഇങ്ങനെ തിരിച്ചു ഊതും, ജപിച്ചും തരും. അമ്പടാ, ഇങ്ങളായി ഇങ്ങളെ പാടായി. ഇങ്ങടെ മോളെ നെഞ്ഞത്തുനിന്ന് ഓളിറങ്ങി പോവാണ്ട് കുട്ടി കിടന്ന് നിലവിളിക്കുമ്പോ ഉസ്താദേ വായോ ഊതാ വായോ എന്ന് പറഞ്ഞിട്ട് കിട്ടു പോയ. അപ്പൊ ഞാൻ ശരിയാക്കി ഒന്നാമതേ നേരല്ല, 3-4 സ്ഥലത്ത് ഊതാളതാ. അതാ നല്ലത്. ആ ചരട് അര കെട്ടിക്കട്ടാ. ഈ പോണ വഴിക്കുണ്ടല്ല, ആ കമലം എന്റെ അരയിലെ കയറേണ്ട. മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് അവിടെ നിക്കടാ, നീ പോവാൻ വരട്ടെ. നീ എന്തായാലും കുടുംബത്തോടുള്ള സ്നേഹത്തിനല്ല ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് നന്നായിട്ട് അറിയാം. കമ്മീഷൻ അടിക്കാനല്ലേ? എടാ, നിനക്ക് വേണ്ട എന്താ വെച്ചാ ഞാൻ തരും. പക്ഷെ ഈ കാലഘട്ടത്തിന് പറ്റിയ ചികിത്സ ഇതല്ല, ഇതൊക്കെ തട്ടിപ്പടാ. അതെ അതെ, ഇത് തട്ടിപ്പാ. എന്റെ മോൾക്ക് ഇപ്പൊ വേണ്ടതേ ഒരു കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ്, അത് ഞാൻ ഓർത്തതാ. അത് ഞാൻ പറയാൻ വരുന്നു, അപ്പോഴേക്കും നമ്മൾ ഇത് തുടങ്ങി. എന്നാ നീ ഇന്ന് തന്നെ പോയിട്ട് കൗൺസിലിങ്ങിന് പറ്റിയ ഒരു നല്ല ആളെ തപ്പ്. നമുക്ക് അങ്ങടാ പോവാം. അങ്ങോട്ടൊന്നും പോണ്ട, കൗൺസിലിംഗ് പറ്റിയ ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അതാണ് വെറുതെ ചെല്ലുന്ന. ഞാൻ കൊണ്ടുവരും. ഓരോരോ ജന്മങ്ങളെ. എന്താടാ വരാൻ പറഞ്ഞത്? എന്തൊക്കെ ആലോചിച്ച് ഇവിടെ നടക്കണേ? ഒരു നിസാര പ്രശ്നത്തിന് വേണ്ടിട്ട്. അയ്യോ എന്റെ പ്രാഞ്ചി, ഇതങ്ങനെ നിസ്സാര പ്രശ്നമല്ല. ദേസ്യമോൾ ഒരാളോട് മിണ്ടണില്ലടാ. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം കണ്ടിട്ടുണ്ടാ? അത് ശരി.
എന്നാ ഡേസിമോളോട് എന്താ പ്രശ്നം എന്ന് ഞാൻ ഒന്ന് ചോദിച്ചോക്കാം. എന്ത് കാര്യത്തിനാണ് അവളോട് ചോദിക്കണത്? അവൾക്ക് ഉത്തരവാദിത്തപ്പെട്ട അപ്പനും അമ്മയില്ലേ? കല്യാണം കഴിയണ വരെ ഞങ്ങളുടെ വാക്കും കേട്ടിട്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിയേണ്ട കൊച്ചല്ലേ? കല്യാണം കഴിഞ്ഞ ഭർത്താവ് പറഞ്ഞ അനുസരിച്ചും ജീവിക്കുക അല്ലേ? അപ്പൊ അവൾക്ക് അവളുടേതായിട്ടുള്ള അഭിപ്രായം പറയാനൊന്നും ഒരു സമയവും. അതല്ല, പിന്നെ അത് ഞാനെന്തായാലും അവളോടൊന്ന് സംസാരിക്കട്ടെ. പ്രാഞ്ചേട്ടൻ ഞങ്ങളെത്തി. ഇവന് വേറെ പണിയും തൊഴിലൊന്നുമില്ലേ? നീ എന്തിനാടാ പറഞ്ഞു നിന്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് കളിക്കണേ? പ്രാഞ്ചേട്ടാ കൗൺസിലിംഗ് നടത്തുന്ന ആളിന് ഫിലിപ്പോസ് സാർ എന്ന് പറയും. ഫിലിപ്പോസ് സാറെന്ന് നീ പറഞ്ഞോ? നീ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേ അത് പറയും. ഗുരുവേട്ടൻ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന്? ഡേസിമോളുടെ തലക്ക് ഒരെണ്ണം അങ്ങോട്ട് തന്നാണല്ലോ. നീ ഇത് എവിടെയൊക്കെ പറഞ്ഞ് പറ്റിണ്ടാ ഷവി? പ്രാഞ്ചി, അത് പിന്നെ കുരുവേട്ടൻ പറഞ്ഞിട്ടാണ് അവര് വന്നത്. പക്ഷെ ഇവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു വെച്ചിട്ട് വന്നാ മതിന്ന്. ഈ ജാതി ആൾക്കാരൊക്കെ കൊണ്ടുവരുമ്പോ ഒരു വാക്ക് എന്നോട് പറയണ്ട ഷവി. നീ ഒരാൾക്ക് അസുഖം വന്നല്ലേ പറഞ്ഞത്, അതും ഒരു പെൺകുട്ടിക്ക്. ഇതിപ്പോ ഇയാൾക്ക് എന്താ പ്രശ്നമുണ്ടല്ലോ? എന്നാ പിന്നെ വഴി കൂടെ പോണവർക്കൊക്കെ ഭ്രാന്താന്നാ പറഞ്ഞിട്ടുണ്ടാക്കിയോ? ഭ്രാന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പൊ സാറ് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് പിന്നെ പ്രാഞ്ചേട്ടൻ ഇങ്ങനെ സാറേ പെട്ടെന്ന് പ്രതികരിക്കും. ഇത് അസുഖമൊന്നുമല്ല കേട്ടോ. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ ആദ്യം ആ പെൺകുട്ടിയെ ഒന്ന് ചികിത്സിച്ചോട്ടെ. അത് വരണമെങ്കിൽ വെറുതെ ഒന്ന് നോക്കിക്കോട്ടെ അല്ലേ? നോക്കിക്കോട്ടെ ആലിസേച്ചി. ആരപ്പ ഇത് വേണ്ടാന്ന് പറഞ്ഞേ? സാറ് നോക്കിയോ സാറേ? എന്റെ പൊന്ന് സാറേ, എന്റെ കൊച്ചൊരാളോട് മിണ്ടുന്നില്ല. പേഷ്യന്റ് കാണിച്ചു തരൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഞാനൊന്ന് നോക്കട്ടെ. വാ സാറേ, അകത്താ. ഓ ഇത്ര പെട്ടെന്ന് കൗൺസിലിംഗ് കഴിഞ്ഞോ? പേടിക്കാനൊന്നും, സംഗതി സീരിയസ് ആണ്. അയ്യോ, സീരിയസ് ആണെങ്കിൽ പേടിക്കണ്ടേ? രോഗം സീരിയസ് ആണ്, പക്ഷെ കാരണം വെരി സിമ്പിൾ. പരീക്ഷ എടുത്തതിന്റെ ടെൻഷൻ. അവളുടെ ഉപബോധ മനസ്സിൽ അമ്മയോടുള്ള വൈരാഗ്യം മാത്രമാണ്. എപ്പോഴും പഠിക്കാൻ പറയുന്ന അമ്മ അവളുടെ മനസ്സിൽ ഇപ്പോൾ ശത്രുവാണ്. സാറേ, അപ്പൊ അത് മാറ്റിയെടുക്കണ്ടേ? മാറ്റിയെടുക്കാം. ഒറ്റ കൗൺസിൽ ഇത് മാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം വീതം 10 തവണയെങ്കിലും നിങ്ങൾ എന്റെ ക്ലിനിക്കിൽ വരേണ്ടി വരും. ഒരു ഫാമിലി കൗൺസിലിംഗ്. ഫീസിന്റെ കാര്യമൊക്കെ എങ്ങനെയാ സാറേ? അതെന്ന് പറഞ്ഞ ഒരു തവണത്തെ സിറ്റിങ്ങിന് 5000 രൂപയാണ് വാങ്ങാറ്. നിങ്ങൾ 3000 രൂപ തന്നാ മതി. അങ്ങനെ 10 തവണ വന്നു പോകുമ്പോ രൂപ 30,000 രൂപ ആവില്ലേ സാറേ? ആക്ച്വലി ടോട്ടൽ ഫീസ് 50,000 ആണ്. അതാണിപ്പോ വർദ്ധുവിന്റെ കെയർ ഓഫിൽ കുറച്ചത് കേട്ടോ. ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഈ ഗുളിക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കണം. അല്ല, കുട്ടികൾക്കൊക്കെ ഉറക്ക ഗുളിക കൊടുക്കണോ സാറേ? ഇത് കുട്ടിക്കല്ല, തനിക്കാ. തനിക്ക് നല്ല ഉറക്കം കിട്ടട്ടെ. പിന്നെ ഒരാഴ്ചക്കകം കുട്ടി വയലന്റ് ആവുകയാണെങ്കിൽ എന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നാൽ മതി. നല്ലൊരു ഷോക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. നല്ല കൗൺസിലറാട്ടാ. എവിടുന്നാടാ ഈ ജാതി ഫീസ് പിടിങ്ങളെ നിനക്ക് കിട്ടണേ? എന്നാ നീ എന്ന് നന്നാവുക? ഇന്നത്തെ കാലത്ത് ഒക്കെ കാര്യമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ആരുടെ കൂടെ നിക്കണ്ടേ? നീ ആരുടെ കൂടെ നിക്കണ്ട, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവൂട്ടാ. നീ ചെല്ല്. എന്ത് ചെയ്താലും കുറ്റാന്ന്. ഞാൻ ഡെയ്സി മോളൊന്ന് കാണട്ടെ. എന്റെ കൊച്ച്, എന്റെ ഈശോ. പ്രാഞ്ചിയെ എന്നോടെന്തോ പറയാണ്ടെന്ന് പറഞ്ഞ് എന്താ കാര്യം? നമ്മുടെ ഡെയ്സി മോളുടെ കാര്യം തന്നെ. കാര്യമൊക്കെ ഭാസ്കരൻ പറയും. എന്താ ഭാസ്കര? പ്രാഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചുളുവിൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. എന്ത് കാര്യങ്ങള്? ഡെയ്സി മോളുടെ വിഷമത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുകയും ചെയ്തു. അവനാ ആ രാജേഷ്. ഏത് രാജേഷ്? നമ്മുടെ സ്കൂളിനടുത്ത് പുഞ്ചിരി മൊബൈൽ കട നടത്തുന്ന ആ രാജേഷില്ലേ, അവൻ തന്നെ. ഭർത്താവേ, ഡെയ്സിമോൾ എന്തിനപ്പോ അവന്റെ കടയില്? അതാ ആലീസേച്ചിന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇടയ്ക്ക് റീചാർജ് കൂപ്പൺ മേടിക്കാനെന്നും പറഞ്ഞു കുട്ടീനെ കടയിലേക്ക് വിട്ട അങ്ങനെയാ? ഇനി അവൻ നമ്മുടെ ഡെയ്സിമോൾ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല കുരുവേട്ടാ. സംഗതി അവൻ ഒരു പിള്ളേര് കളി കളിച്ചതാ.
ഒരു പഞ്ചാര വർത്താനം. പിന്നെ തരം കിട്ടിയപ്പോ കല്യാണം കഴിക്കട്ടെ എന്നൊരു ചോദ്യവും. ഡെയ്സി മോള് വിഷമിക്കാതെ ധാരാളാണല്ലോ. അല്ല, ഒരു ദിവസം ഡെയ്സി മോള് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന ഓർമ്മയില്ലേ? ആ, കുരുവേട്ടിന് വേണ്ടി റീചാർജ് കൂപ്പൺ തെറ്റി വാങ്ങി എന്ന് പറഞ്ഞത് വഴക്ക് പറഞ്ഞു എന്നാ അന്ന് എബിമോൻ പറഞ്ഞത്. ആലീസും അതന്നെയാണല്ലോ പറഞ്ഞേ. ആ, അത് എബിമോ മനസ്സിലാക്കിയത്. സത്യത്തിൽ അന്നായിരുന്നു രാജേഷ് ഇവളുടെ അടുത്ത് കല്യാണാലോചന നടത്തിയത്. അവളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു അത്രേ. അതാണ് ഡെയ്സി മോള് കരഞ്ഞിറങ്ങി വന്നത്. ഇനി താമസിക്കണ്ട, നമുക്ക് ആ രാജേഷിനോട് പൊക്കിയാലോ? എന്തിന്? അതും അതിനപ്പുറത്തുള്ളത് ഞാൻ ചെയ്തില്ല ഉരുവേട്ടാ. അവന്റെ വീട്ടിലും പോയിരുന്നു. പക്ഷെ അവനിതൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ പ്രത്യേകിച്ച് ദുരുദ്ദേശത്തോടെ അല്ലാന്ന് മനസ്സിലായി. ഒരു തമാശ കളി. നീ ഒന്നേ ചെയ്യണ്ടോ, അവൻ നേരിട്ട് വന്ന് ഡെയ്സി മോളോട് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട, അതൊക്കെ നമ്മുടെ ഭാസ്കരനും വർദ്ധം കൂടി ചെയ്തോളൂ. എന്റെ കടയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളോടും ഞാൻ ഇങ്ങനെയാണ് മാഡം. എങ്ങനെ? എൻ്റെ ഈ കൊഞ്ചിലും കൊഴിലും തന്നെ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം എൻ്റെ പുഞ്ചിരി മൊബൈൽ ഷോപ്പിന്റെ ലേഡീസ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാഡം. അപ്പൊ എന്റെ കൊച്ചിനോട് കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചെന്തിനാടാ? അതെന്റെ ഒരു സ്ഥിരം നമ്പറാ. എന്തെന്ന്? വില്ലിയു മേരി മീന്ന്. ഇല്ലേ ഇല്ല, ഞാൻ ഈ കുട്ടിയോട് ഒന്നും പറയണില്ല. ഇവളോടുന്നല്ല, കടയിലെ വരുന്ന ഒരു പെൺകുട്ടികളോടും ഇതുപോലെ പെരുമാറാൻ പാടില്ല കേട്ടാ. അറിയാലോ, മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് ഓർത്താൻ നിനക്ക് നല്ലത്. ഒന്നും പറയില്ല. ഇത് ഇത്ര വലിയ പ്രശ്നമാകും ഞാൻ അറിഞ്ഞില്ല സാറേ. ഞാൻ കാരണം എന്തൊക്കെ സീൻസ് ഇവിടെ. എന്റെ സിസ്റ്ററെ, ഇനി ഒന്നിലേക്കില്ല ഞാൻ. എടാ പുഞ്ചിരിയെ, എല്ലാം നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലോടാ. എന്നാ ചടങ്ങ് അങ്ങോട്ട് നടത്തിക്കോ രാജേഷേ. മാപ്പ് മാപ്പ്. സോറി 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 സോറി, എല്ലാവരോടും സോറി. ഈ കുട്ടിയോട് പ്രത്യേക സോറി. ഡെയ്സി മോളെ കേട്ടല്ലോ, നീ ഇവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം തീർന്നില്ല ചേച്ചി. നമുക്ക് പോവാൻ രാജേഷേ, ഇറങ്ങിക്കോളാ. ഇവന്റെ പോക്ക് കണ്ടിട്ട് അടുത്ത വീട്ടിൽ മാപ്പ് പറയാൻ പോവാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എന്തൊരു മനുഷ്യനായിട്ടത്. എന്താ ഒരു ഉളുപ്പില്ല. ഇവനെ കണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ. സംഭവങ്ങൾ ഇവിടെ വരെ എത്തിയ നിലയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്രത്യേകിച്ച് ആലിസ് ചേച്ചിനോട്. ചേച്ചി, ഡെയ്സിം ഒരു വ്യക്തി തന്നെ. ആ വ്യക്തിത്വം ആദ്യം അംഗീകരിച്ചു കൊടുക്കേണ്ടത് മന്ത്രവാദികളും മനഃശാസ്ത്രജ്ഞരും ഒന്നല്ല, മാതാപിതാക്കളായ നമ്മളൊക്കെ തന്നെയാ. എടാ, അതിന് ഇവക്ക് എന്നോട് പറയാൻ പാടില്ലേ? ഞാൻ ഇവക്കടെ അമ്മയല്ലേ. ഞാൻ എത്ര വട്ടം ഇവളോട് ചോദിച്ചെന്നറിയോ? ഒരു അക്ഷരം മിണ്ടണ്ട എന്നോട്. അതിനെങ്ങനെയാ? ഞങ്ങള് കാണുന്നതല്ലേ ആലിസ് ചേച്ചിയുടെ ചോദ്യം ചെയ്യലും തല്ലാനോടിക്കലൊക്കെ. ഒരു തലോടലും കുറച്ച് സ്നേഹവും കാട്ടിയ കുട്ടികൾ തനിയെ വന്ന് കാര്യം പറയും. നമ്മൾ അവരെയൊക്കെ ദേഷ്യത്തിൽ പെരുമാറിയ എങ്ങനെയാ? എന്നെ എന്റെ അപ്പനും അമ്മയും നല്ലോണം തല്ലിയ വളർത്തിയത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ. എങ്ങനെ? അതെ, ഒന്നും വേണ്ട ചേച്ചി, സംസാരിക്കണം. കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുന്നത് വരെ നല്ല ക്ഷമയോടെ മനസ്സ് തുറന്ന് സംസാരിക്കുക, അത്രേ വേണ്ടൂ കേട്ടാ. അതുകൊണ്ട് ഇനിയെങ്കിലും കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത് എന്നാ പ്രാഞ്ചേട്ട ഉദ്ദേശിച്ചത് അല്ലേ പ്രാഞ്ചേട്ടാ? തന്നെ സൂസൻ കയറെടുത്ത് കൊടുക്കരുത് എന്നും ഉദ്ദേശിച്ചോട്ടാ. യോ, ഇനി ഒന്നിനുമില്ല. ഞാൻ തല്ലാനും ഇല്ല, കൊല്ലാനും ഇല്ല, ഒന്നിനുമില്ല. എനിക്ക് എന്റെ മോളല്ലേ വലുത്. ഇനി അമ്മ എന്നും ഉണ്ടാവും എന്റെ കുഞ്ഞിന്റെ കൂടെ. ഒരു അമ്മയും മോളും ലോക തല്ലൂടിയോളും. നിങ്ങൾക്ക് ഇത് എന്താ കുരുവേട്ട? എന്റെ കയ്യിൽ നിന്ന് വെറുതെ മേടിക്കല്ലേട്ടാ. നീ കൊറേയല്ലോ കയ്യിന്ന് മേടിക്കും കയ്യിന്ന് മേടിക്കുന്നു പറഞ്ഞു. എന്താടി പിന്നെ ഞാൻ അങ്ങനെ പറയണ്ട. ഈ ഗ്ലാസ് കൊണ്ട് ഞാൻ ആരെ അറിയണ്ടേ? അപ്പനെയോ അതോ അമ്മേനെയോ? മോളെ, നീ ഇതിന്റെ പേരിൽ നീ ടെൻഷൻ അടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. നോക്കിയേ, അപ്പം നന്നായി. അമ്മ നന്നായില്ല. അതെ ഏട്ടാ, അപ്പൻ നന്നായ, അമ്മ നന്നായ, പിന്നെ എന്നാ ഞാൻ നന്നായി. മനുഷ്യ പേടിച്ചു പോയി. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി.